നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വന്നതോടെ താരസംഘടനയായ അമ്മയിലുണ്ടായ പൊട്ടിത്തെറി അവസാനിച്ചത് കൂട്ടരാജിയിലായിരുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും സിനിമാ രംഗത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും 296 പേജുള്ള റിപ്പോർട്ടിന്റെ 233 പേജുകളുടെ റിപ്പോർട്ടിൽ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പിന്നാലെ അമ്മയിൽ കൂട്ടരാജി. നേതൃസ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കുകയും രാജിയുടെ പശ്ചാത്തലത്തിൽ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയുമായിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടെങ്കിലും എവിടെയും തൊടാതെയുള്ള മറുപടിയായിരുന്നു നൽകിയത്. ഈ സംഭവത്തിൽ പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇതായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം തന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പല ക്ലിപ്പുകളായി കണ്ടതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി അതിൽ പറയാൻ കഴിയില്ല. പക്ഷെ വ്യക്തിപരമായി ഇദ്ദേഹം ഇന്നലെ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇനിയുള്ള കാലങ്ങളിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീ വരണമെന്നാണ് തന്റെ അഭിപ്രായം. നേതൃസ്ഥാനത്ത് സ്ത്രീ വരുമ്പോൾ തങ്ങളുടെ ദുരനുഭവം പറയാൻ ഒരു ധൈര്യം വരും. മോഹൻലാലിന്റെ അടുത്തുപോയി പരാതി പറയാൻ പലർക്കും മടിയുണ്ട്. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് മാത്രം ചോദിക്കുമായിരിക്കും. സാർ ഞാനൊരു പരാതി പറഞ്ഞോട്ടെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം സ്ത്രീകൾക്ക് വന്നിട്ടില്ല. ആ സ്ഥാനത്ത് സ്ത്രീയാണ് അവിടെ ഉള്ളതെങ്കിൽ കുറച്ചുകൂടി അതിനുള്ള ഒരു അവസരവും ധൈര്യവും ഉണ്ടാകും. അവരെ ചേർത്ത് നിർത്താൻ കഴിയും. അമ്മയിൽ മാത്രമല്ല ഫെഫ്കയിലും നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അതിനിടെ ഫെഫ്കയ്ക്കെതിരെയും ഭാഗ്യലക്ഷ്മിക്കെതിരെയും ഗുരുതര ആരോപണമായി ഹെയർ സ്റ്റൈലിസ്റ്റ് രംഗത്തെത്തിയ സംഭവത്തിൽ തനിക്കെതിരെ ആരോപണമുന്നയിച്ച ഹെയർ സ്റ്റൈലിസ്റ്റിനെ അറിയില്ലെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. ഫെഫ്ക മീറ്റിംഗിന് എത്തിയ 2 സ്ത്രീകൾ തന്നെ വ്യക്തിവിരോധത്തോടെ തുറച്ചു നോക്കിയിരുന്നുവെന്നും തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള ആരോപണമാണിതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. പരാതി പറയുന്നവരെ ഫെഫ്ക അനൌദ്യോഗികമായി വിലക്കുന്നുവെന്നും ഫെഫ്കയിലെത്തുമ്പോൾ ഭാഗ്യലക്ഷ്മി വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണെന്നുമായിരുന്നു ഹെയർ സ്റ്റൈലിസ്റ്റ് പ്രതികരിച്ചത്. എന്നാൽ ആരോപണങ്ങളെല്ലാം ഭാഗ്യലക്ഷ്മി നിഷേധിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ ആരാണെന്ന് പറയുന്നില്ല. സംഘടനയെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മറ്റു ചിലരെ ആയുധമാക്കി ആരോപണം ഉന്നയിക്കുകയാണ്. പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. തനിക്ക് അങ്ങനെ പറയാനുള്ള അധികാരം എന്താണെന്നും അവർ ചോദിച്ചു. യോഗം 3 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു. തെളിവ് പുറത്തു കൊണ്ടുവന്നാൽ നിയമത്തിന്റെ ഏത് അറ്റം വരെയും പോകുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഭാഗ്യലക്ഷ്മിയെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നതെന്നും പരാതി കൊടുത്തിട്ടുള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല എന്നും ഹെയർ സ്റ്റൈലിസ്റ്റ് ആരോപിച്ചിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുന്നുവെന്നാണ്. അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങൾ മീഡിയയിലേക്ക് വലിച്ചിഴച്ചത് ശരിയായില്ല എന്നാണ്. എന്തെങ്കിലും മോശം അനുഭവമുണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നും വർഷങ്ങൾ കഴിഞ്ഞല്ല വരേണ്ടതെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞതെന്നും പരാതിക്കാരിയായ യുവതി ആരോപിച്ചു.